സമീപകാലത്തായി വാഹനപ്രേമികളെ വലയ്ക്കുന്ന പല പ്രശ്നങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതിലൊന്നാണ് E20 പെട്രോൾ, മറ്റൊന്ന് വാഹന മോഡിഫിക്കേഷനാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് പ്രമുഖ യൂട്യൂബറായ വണ്ടിപ്രാന്തൻ അഥവാ രാകേഷ് നാരായണൻ നമ്മോടൊപ്പം ചേരുന്നത്. എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്ന പെട്രോള് ശരിക്കും വാഹനത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യും? നമുക്ക് ലാഭം വേണമെങ്കിൽ നമുക്ക് E20 അല്ലെങ്കിൽ E10 അടിക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സ് ഫ്യൂൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് നിർദ്ദേശിക്കുന്ന നേരത്തെ അടിച്ചാൽ ഒരു വണ്ടിക്കും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഇത് എങ്ങനെ അടിച്ചാലും പെട്രോൾ പോകുന്ന ടാങ്കിലേക്കാണ്. ഫ്ലെക്സിലൊക്കെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, കൺവേർഷൻ കിറ്റുകൾ കിട്ടട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഒന്നിനും എതിരൊന്നുമില്ല. കാരണം നമുക്ക് എല്ലാം വേണമെന്ന് ഞാൻ പറയാം. അതായത് എന്ത് ഉപയോഗിക്കണം തീരുമാനിക്കണം നമ്മളായിരിക്കണം എന്നുള്ളതാണ്. അല്ലാണ്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു വാഹന മോഡിഫിക്കേഷൻ അത് നടപ്പിലാകുമോ? എന്താണ് ഇത്? ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെ കുറ്റം പറയുന്നത് സിസ്റ്റമാണ് മാറേണ്ടത്. അപ്പൊ ഇവിടെ മോഡിഫിക്കേഷൻ വേണം എന്ന് പറയുന്ന ആളുകളുടെ ആഗ്രഹം അത് തന്നെയാണ്. അതും കൂടി സിസ്റ്റമാറ്റിക് ആയിരിക്കണം, അല്ലാതെ നിയമം ലംഘിച്ചിട്ടല്ല. നമ്മള് E20 പെട്രോൾ എന്നുള്ള വിഷയത്തിലാണ് ഇപ്പോ കത്തിയിരിക്കുന്നത്. അതെ അതെ. അത് ഈ CJP സമരത്തിന് ശേഷം അടുത്ത ഇത് ആ വിഷയമാകുമോ എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ ചർച്ച വരുന്നു. ഈ രാഷ്ട്രീയ ചർച്ച മാറ്റി നിർത്തിയാല് E20 പെട്രോള് അല്ലെങ്കിൽ E10 അങ്ങനെയുള്ള ഈ എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്ന പെട്രോള് ശരിക്കും വാഹനത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യും? ഒരു മെക്കാനിക്കൽ എമ്പതിൽ ഒരാൾക്ക് ഈ ചോദ്യം ചോദിച്ചാൽ പറയാൻ പറ്റുക അത് കൊള്ളില്ല, വണ്ടിക്ക് കേടാണെന്ന് തന്നെയാണ് ഉറപ്പായിട്ടും. അത് എന്താ കേടുന്നത് രണ്ടാമത്തെ വിഷയമാണ്. ഇതിന്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്, ദോഷങ്ങൾ പറയുന്നുണ്ട്. ഗുണങ്ങൾ പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നു കർഷകരുടെ ഒരു എന്താ പറയുക കൂടുതൽ വ്യവസായം നടക്കും എന്നുള്ളതും, അതുപോലെ നമുക്ക് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാം എന്നുള്ളതും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും പഴയ വണ്ടികൾക്ക് എന്തായാലും കേടാണ്. എനിക്ക് പറയാനുള്ള സാധാരണക്കാരുടെ അവസ്ഥയാണ്. അത് കാർബറേറ്റർ ബൈക്കുകൾ ഉണ്ടല്ലോ, അത് ഈ അടുത്താണ് ഫ്യൂൽ ഇഞ്ചക്ഷനിലേക്ക് മാറിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന അങ്ങനത്തെ കാർബറേറ്റർ ബൈക്കുകളാണ്. കാർബറേറ്ററിനകത്ത് റബ്ബർ സീൽ കേടുവന്നിട്ടും ഓവർഫ്ലോ ആയിട്ടും. ഇപ്പം നിങ്ങളുടെ അടുത്തൊരു ന്യൂസ് കണ്ടു കാണും, നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു എൻഫീൽഡിന്റെ ഫ്യൂല് പോയിട്ട് പുള്ളിക്ക് എത്ര പിഴ അടച്ചെന്നോ എന്തൊക്കെ ഉണ്ടാവും. അയാൾ എന്ത് ചെയ്തിട്ടാണ്? ഇത് E20 പെട്രോൾ E20 പെട്രോൾ കാരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് മെക്കാനിക്കൽ ഇഷ്യൂ ആണല്ലോ. ഇത് ആഗോളതലത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ടോ? കാരണം പല രാജ്യങ്ങളും ഇത് നടപ്പിലാക്കിയെന്നാണ്. അവിടെയൊക്കെയും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവിടെ പ്രശ്നങ്ങളില്ലാത്തത് ഇപ്പൊ നമുക്ക് ലാഭം വേണമെങ്കിൽ നമുക്ക് E20 അല്ലെങ്കിൽ E10 അടിക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സ് ഫ്യൂൽ യൂസ് ചെയ്യുന്നതാണ്. അവിടെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒറിജിനൽ പെട്രോൾ, അതായത് പ്യുവർ പെട്രോൾ കിട്ടും. അതാണ് ഇപ്പൊ നമ്മൾ ഒക്ടേൻ കൂടിയ പെട്രോൾ അടിക്കുന്ന വണ്ടികളുണ്ട്, സൂപ്പർ കാർസ് ഉണ്ട്, ഹൈപ്പർ കാർസ് ഉണ്ട്. അതിന് പല പല ടൈപ്പ് ഓഫ് പെട്രോൾ കിട്ടും. നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് അരി വാങ്ങുന്ന പോലെയും അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങുന്ന പോലെയും പെട്രോൾ കിട്ടും. നമുക്ക് ഓപ്ഷൻ ഇല്ലല്ലോ, നമ്മൾ E20 അടിച്ചേ പറ്റൂ. നമുക്ക് അല്ലെങ്കിൽ എത്രയും കാശ് കൊടുത്ത് വേറെ പെട്രോൾ അടിക്കാൻ പറ്റില്ല. 2025 ഏപ്രിൽ തൊട്ട് E20 ആണ് ഇന്ത്യയിലെ ഇന്ധനം അല്ലേ? അപ്പൊ പിന്നെ ഈ മന്ത്രിയൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ മറ്റേത് ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ശരി, അത് ചില പമ്പുകളുള്ളൂ, അതാരും പറയുന്നില്ല. വളരെ ലിമിറ്റഡാ. കൊച്ചി തന്നെ 1-2 പമ്പുകളിൽ എനിക്ക് ഉള്ളതായിട്ട് അറിയുള്ളൂ. ഈ സംഗതി അതിനകത്തും കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ പെട്രോൾ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണോ ഒറിജിനൽ പെട്രോൾ? അല്ലല്ലോ, അല്ല, ഉറപ്പായിട്ടല്ല. അതിനകത്ത് മിക്സിംഗ് ഉണ്ട്. അത് E20 ആയിരിക്കില്ല, പക്ഷെ അഡിക്റ്റീവുകളോ അല്ലെങ്കിൽ കൂടുതൽ ഒക്ടേൻ്റെ എന്തെങ്കിലുമൊക്കെ മിക്സിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ച് സംസാരിച്ച നമ്മുടെ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്, പിന്നെ ഇത് നിർദ്ദേശിക്കുന്ന നേരത്തെ അടിച്ചാൽ ഒരു വണ്ടിക്കും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ. ഇത് എങ്ങനെ അടിച്ചാലും പെട്രോൾ പോകുന്ന ടാങ്കിലേക്കാണ്. ടാങ്കിൽ അതുപോലെ എഞ്ചിനിലേക്കാണ് പോയി കത്തുന്നു. അവിടെ പ്രശ്നങ്ങളുണ്ട് ഉറപ്പായിട്ടും. ഏതൊക്കെ വാഹനങ്ങൾ E20 അടിച്ചാൽ പ്രശ്നമില്ല, ഏതൊക്കെ വാഹനങ്ങൾ പ്രശ്നം ഉണ്ടായേക്കാം എന്നുള്ള രീതിയിൽ ഒരു തരംതിരിവ് നടത്തിയിട്ടുണ്ടോ? ശരിക്കും ഉണ്ട്. E20 അടിച്ചാൽ പ്രശ്നമില്ലാത്ത വണ്ടികൾ എന്ന് പറയുന്നത് അത് കമ്പനികൾ തന്നെ പറയുന്നുണ്ട്. ഫ്യൂൽ ഫ്ലാപ്പ് തുറന്നു നോക്കുമ്പോൾ അവിടെ കാണാം E20 കോമ്പറ്റബിൾ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഓണേഴ്സ് മാനിൽ നോക്കാം, പഴയ ഹോണ്ട കാറുകളൊക്കെ E20 കോമ്പറ്റബിൾ ആണ് എന്നുള്ള ഓണേഴ്സ് മാനിൽ പറയുന്നുണ്ട്. ടൊയോട്ടയുടെ ഒരു വണ്ടി ഇപ്പം അടുത്ത് കണ്ടത് പെട്രോൾ അടിക്കുമ്പോൾ പ്രീമിയം പെട്രോൾ അടിക്കാവുള്ളൂ എന്ന് ഓണേഴ്സ് മാനിലുണ്ട് സംഭവം. അപ്പോൾ ഓരോ വണ്ടികൾക്കും അതിന്റെ ഓണേഴ്സ് മാനിൽ പറയുന്ന പോലെ അടിക്കണം എന്നാ പറയാം, പക്ഷെ നമുക്ക് ഓപ്ഷൻസ് കുറവാണ്. ഇപ്പൊ നമ്മുടെ അടിസ്ഥാന പ്രശ്നം ഇതിൽ ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, നമുക്ക് ഓപ്ഷൻ. എന്റെ പ്രശ്നം അതാണ്. അതായത് E20 എന്ന് പറയുന്നത് അവർ കൊടുത്തേക്കുന്നത് സെയിം പ്രൈസിനാണ്, വില കുറച്ചിട്ടില്ല. അതേ പ്രൈസിന് പ്യുവർ പെട്രോളും കുറഞ്ഞ വിലക്ക് E20 കിട്ടുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ അടിക്കാൻ ഗുണമായി പോയത്. കാരണം ലാഭം ഉണ്ടല്ലോ, ഈ ലാഭത്തിൽ വരുന്ന നഷ്ടം നമുക്ക് സഹിക്കാം എന്ന് വിചാരിച്ച് നമുക്ക് അടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടുന്നുള്ള ചോദ്യം ഉണ്ട്. അതായത് നമുക്ക് E20 മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ സംഭവം. ഇത് നടപ്പിലാക്കുന്ന കാലത്ത് ഗവൺമെന്റ് പ്രധാനമായിട്ട് അവകാശപ്പെട്ടത് ഇതിന്റെ പെട്രോളിന്റെ വില കുറയും. മന്ത്രി പോലും പറഞ്ഞു 15 രൂപയ്ക്ക് വരെ പെട്രോൾ കിട്ടാൻ സാധ്യതയുണ്ട്. കുറഞ്ഞില്ല. ഈ നമ്മൾ ഇനി ഇവര് ഇംപ്ലിമെന്റ് ചെയ്യാണ് E20 കഴിഞ്ഞിട്ട് E40, അതായത് 100% എത്തനോളിൽ വണ്ടി ഓടിക്കാൻ പറ്റും എന്ന് പറയുന്നത് ഫ്ലക്സ് ഫ്യൂവൽ. അപ്പൊ ഈ ഫ്ലക്സ് ഫ്യൂവൽ വരുമ്പോൾ നമ്മൾ ഈ വാഹനങ്ങളും അതിനനുസരിച്ച് മാറണ്ടേ? അവിടെ നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകാം, അമേരിക്ക പോലുള്ള കൺട്രികളിലേക്ക് പോകാം. അവിടെ E20 ഈ പറഞ്ഞ പോലെ ഫ്ലക്സ് ഫ്യൂവൽ E10 എല്ലാം ഉണ്ട്. കൺവേർഷൻ കിറ്റുകൾ കിട്ടും. അതായത് ഇതിന്റെ മെക്കാനിക്കൽസ് നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ ടെക്നിക്കലൊന്നും പോകുന്നില്ല, പക്ഷെ ആ കൺവേർഷൻ കിറ്റ് മാറ്റിയിട്ട് സാധാ വണ്ടി E80 ആക്കാൻ പറ്റും, ഫ്ലെക്സ് ഫ്യൂൽ ആക്കാൻ പറ്റും. ഇവിടെ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ആയിട്ടില്ലല്ലോ. ഇവിടെ മാരുതി സുസുക്കി നമുക്ക് തോന്നുന്നു വാഗണാർ ആക്കിയിട്ടുണ്ട്. ഈ
ഫ്ലെക്സ് ഫ്യൂല്, അങ്ങനെ വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് ഉള്ളൂ. ഫ്ലെക്സിലൊക്കെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, കൺവേർഷൻ കിറ്റുകൾ കിട്ടട്ടെ, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒന്നിനും എതിരൊന്നുമില്ല. കാരണം നമുക്ക് എല്ലാം വേണമെന്ന് ഞാൻ പറയാം. നമുക്ക് ഇലക്ട്രിക് ഉണ്ട്, LPG ഉണ്ട്, LPG ഇല്ല, CNG ഉണ്ട്, ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, എല്ലാം വേണം, നമുക്ക് എല്ലാം വേണം. E20 അല്ലെങ്കിൽ എന്താ പറയുക E80 അതല്ലെങ്കിൽ ഫ്ലെക്സ് ഫ്യൂലോ എല്ലാം വന്നോട്ടെ. പക്ഷെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. അതായത് എന്ത് ഉപയോഗിക്കണം തീരുമാനിക്കുന്നത് നമ്മളായിരിക്കണം എന്നുള്ളതാണ്. അല്ലാണ്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇത്തിരി അതുകൊണ്ടാണ് ഇത് ഒരു അജിറ്റേഷനായിട്ട് മാറുന്നത്. പിന്നെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ഈ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുകയും അത് കൊമേഴ്ഷ്യൽ യൂസിന് വളരെ കാലം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു നമ്മുടെ ഈ നീതി ആയോഗ് തന്നെ ഇതിൻ്റെ റോഡ് മാപ്പ് പണ്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ പറഞ്ഞത് ഇത് 2030 വരെയുള്ള ഒരു റോഡ് മാപ്പാണ് പറഞ്ഞത്. പക്ഷെ ഇത് കട്ട് ഓഫ് ആയിട്ട് 2025 വന്നിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഒരു മാൾ പ്രാക്ടീസ് ആയിട്ടോ നമുക്കൊക്കെ പറയാൻ പറ്റില്ല. ഇത് ഗവൺമെന്റുകളുടെ തീരുമാനങ്ങളിലേക്ക് നമുക്ക് എന്താ പറയാ അങ്ങനെ കയറിയിട്ട് എന്തോ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കുള്ള റൈറ്റ്സ് ഉണ്ടോ എനിക്ക് അറിയില്ല. കാരണം നമ്മൾ വോട്ട് ചെയ്തോടുകൂടി നമ്മൾ റൈറ്റ്സ് ചെയ്യുന്നു, പിന്നെ ബാക്കിയെല്ലാം അവർ തീരുമാനിക്കുന്നതാണ്. പക്ഷേ എന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും പഴയ വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. ചില കൺട്രികളിൽ 20 വർഷം കഴിഞ്ഞ വണ്ടി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ വിന്റേജ് ആയിട്ട്. അവർക്കൊക്കെ ആ വണ്ടി കൊണ്ടുനടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും 4 ബാരൽ കാർബറേറ്റർ ഉള്ള കാറുകളുണ്ട് പുറത്തൊക്കെ. അപ്പൊ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉള്ളത് ഇന്ത്യയിൽ ഒരു പുതിയ കാര്യമൊന്നുമില്ല, നമുക്ക് ഇന്ത്യക്ക് മാത്രമുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം കൊടുക്കണം എന്ന് നമുക്ക് അപേക്ഷിക്കാനല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ആവശ്യപ്പെടാനേ പറ്റുള്ളൂ. തന്നാൽ നമുക്ക് ഉപയോഗിക്കാം, സമാധാനമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഈ പ്രൊട്ടസ്റ്റ് ആയിട്ടൊക്കെ വരുന്നത്. അത് റൈറ്റ്സ് ആണ്, അത് നമുക്ക് ഉപയോഗിക്കേണ്ട റൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് പെട്രോൾ ഉപയോഗിക്കാനുള്ള ഫ്രീഡം വേണം. അത് സാധാരണ ഒരു ആവശ്യമല്ലേ. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോയി ഈ വാഹന മോഡിഫിക്കേഷൻ. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനപ്രേമികൾക്കിടയിൽ ചർച്ചയാവുന്നത് അങ്ങനെ ഒരു വിഷയമാണ്. കാരണം അതൊരു രാഷ്ട്രീയ വിഷയമായിരുന്നു, വലിയ ഇലക്ഷൻ സമയത്ത് ഒരു പ്രധാന ഒരു പ്രചരണ വിഷയമായിരുന്നു. അത് നടപ്പിലാകുമോ? എന്താണ് നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്ര നിയമത്തിൽ നിർമ്മാർജ്ജനമൊക്കെ നടത്തേണ്ടി വരും. അല്ലാണ്ട് എൻ്റെ ഒരു മിതമായ അറിവ് വെച്ച് ഞാൻ പറയണത്, അല്ലാണ്ട് ഒരു സ്റ്റേറ്റിന് വേണ്ടി ചെയ്യുന്ന മോഡിഫിക്കേഷൻ ഒരു പരിധി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോ ഈ പറഞ്ഞ ഫ്ലാപ്സിലും അല്ലെങ്കിൽ ഫോർമാറ്റിലും സീറ്റ് കവറിലും നിൽക്കും എന്നാണ് തോന്നുന്നത്. കുറച്ച് സ്റ്റിക്കറൊക്കെ അടിക്കാൻ പറ്റുമായിരിക്കും. ഇപ്പൊ തന്നെ നമുക്കറിയാലോ, കൂളിംഗ് ഫിലിം നമുക്ക് കേരളത്തിൽ അലോടാ. പക്ഷേ ഈ കൂളിംഗ് ഫിലിം കൊണ്ട് നിങ്ങൾ ബാംഗ്ലൂർ പോയി നോക്കി അവർ കുറച്ച് കളയും, അല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും. ഈ നേരത്തെ വാർത്തകളിൽ വന്ന ഒരു 18ഓളം മോഡിഫിക്കേഷൻസ് അനുവദിക്കുന്നതാണ്. അത് ഓൾറെഡി പലതും നമ്മൾ ചെയ്യുന്ന, അത് ഇന്നേ അനുവദിച്ചിട്ടുള്ളൂ എങ്കിൽ ഇത്രയും കാലം ചെയ്ത ആളുകളൊക്കെ നിയമവിരുദ്ധമായിട്ട് വണ്ടി ഓടിച്ചു ആൾക്കാരാണ്. സിമ്പിൾ ആയിട്ട് അത്ര പറയുന്നത്, അത് അത്രയും നിയമവിരുദ്ധമായിട്ടാണ് എല്ലാവരും ഓടിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇതിലെല്ലാം ഇത് കുറ്റം പറയുക ഒരു ഉദ്യോഗസ്ഥ വൃന്ദം, MVDയും അതിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തെയാണ്. അപ്പൊ ഇത് ഭരണകാലത്തിൽ ഒരു ഡിസിഷൻ എടുത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് ഇത് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെ കുറ്റം പറയുന്നത് സിസ്റ്റമാണ് മാറേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ആ വണ്ടി മോഡിഫൈഡ് കണ്ടു കഴിഞ്ഞാൽ MVD കണ്ണടച്ചാൽ പോരെ, അടയ്ക്കാതെ വിടാലോ, അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ. പക്ഷെ അത് നിയമലംഘനം തന്നെയല്ലേ അത് പറയണത്. അപ്പൊ സിസ്റ്റത്തിലാണ് മാറ്റം വരേണ്ടത്. അതായത് മാറ്റം വരേണ്ടത് അങ്ങ് മുകളിലാണ്. അവിടുന്ന് ഇങ്ങോട്ട് എൻ്റെ ഒരു പേഴ്സണലായിട്ട് ചോയ്സ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഏജൻസി വേണം. UK MOT ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ഒരു ഏജൻസി വേണം. ഒരു വണ്ടി മോഡിഫൈ ചെയ്യുന്നു, ആ വണ്ടി മോഡിഫൈ ചെയ്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അത് റോഡ് വർത്തിയാണ്, ഓക്കെ, അല്ലെങ്കിൽ എക്സോസ്റ്റ് സൗണ്ട് കൂടാണ് മാറ്റിയിട്ട് വാ, അതല്ലെങ്കിൽ ഈ സാധനം പറ്റില്ല മാറ്റിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അതിന് ടെസ്റ്റ് പറ്റില്ല. പക്ഷെ നമ്മൾ എല്ലാ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ടാക്സി ഒക്കെ, അതുപോലെ പ്രൈവറ്റ് വണ്ടി ടെസ്റ്റ് എന്താ കുഴപ്പം? അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിങ്ങൾ ഓടിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ ഓടിക്കുമ്പോൾ ആർക്കും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് സിസ്റ്റം മൊത്തം മാറേണ്ടി വരും. അതെ, ഇത് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്താൽ പോലും ഇത് ആ സമയത്ത് പോലും വലിയ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇത് തുടർന്നും ചർച്ചയാവുകയും ചെയ്യും. ഈ വാഹന പ്രേമികളായിട്ടുള്ള, അല്ലെങ്കിൽ അവർ പറയുന്നു ഈ ഉത്തരേന്ത്യയിൽ അവർ മോഡിഫൈ ചെയ്യുന്നുണ്ടോ, ഉത്തരേന്ത്യയിൽ അങ്ങനെ വലിയ ടയറുകൾ വെച്ച് ഓടിക്കുന്നില്ലേ, ഇതില്ലേ ഞങ്ങൾക്ക് അനുവദിച്ച എന്താ, ഓഫ് റോഡ് വണ്ടികൾ നിരത്തിലിറക്കിയ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ നടക്കുകയും ഇവിടെ നടക്കാത്ത ഈ വാഹനപ്രേമികൾക്കൊരു, അത് വാഹനപ്രേമികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു അറിവില്ലായ്മയായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം, രാജസ്ഥാനിൽ പോയിട്ട് ഇന്നലെ ഞാൻ ഇലക്ഷൻ ഡ്രൈവിന് വേണ്ടിയിട്ട് ജയ്പൂരിലായിരുന്നു. അവിടെ ആളുകൾ യാത്ര ചെയ്യുന്ന വണ്ടിയുടെ മുകളിലാണ്, എവിടെ ഇരുന്ന ലൈസൻസ് പോകും ഇല്ലേ. അത് അവർ കാണിക്കുന്ന നിയമ ലംഘനമാണ്, അല്ലാണ്ട് അവർക്കത് അനുവദിച്ചു കൊടുത്തതല്ല. അവിടെ യാത്ര വാഹനങ്ങളുടെ കുറവ്, അതല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ശീലിച്ചത് അങ്ങനെയാണ്. ഓട്ടോറിക്ഷ ബാക്കിൽ കാല് പിറകോട്ടിരുന്ന് ഓടിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട്, അതല്ലെങ്കിൽ വണ്ടിയുടെ മുകളിലിരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട്, ഇതൊക്കെ നമുക്ക് കേരളത്തിൽ നടക്കില്ല. കാരണം കേരളം സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ അതിനായിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ മോഡിഫിക്കേഷൻ വേണം എന്ന് പറയുന്ന ആളുകളുടെ ആഗ്രഹം അത് തന്നെയാണ്. അതും കൂടി സിസ്റ്റമാറ്റിക് ആയിരിക്കണം, അല്ലാതെ നിയമം ലംഘിച്ചിട്ടല്ല. അതായത് ഇപ്പോൾ MVD കണ്ണടയ്ക്കുന്നു അല്ലെങ്കിൽ പോലീസുകാർ കണ്ണടയ്ക്കുന്നു, അതല്ല വേണ്ടത്. അത് ഒരു പേപ്പറിലായിട്ട്, ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോലെ അല്ലെങ്കിൽ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പോലെ ഈ വണ്ടി മോഡിഫൈഡ് ആണ്, ഇതിന് ഇന്ന സാധനങ്ങളുണ്ട് എന്ന് സർട്ടിഫൈ ചെയ്ത് തരുന്ന ഒരു ഏജൻസി നമുക്ക് ആവശ്യം. അപ്പൊ ആ സർട്ടിഫിക്കേഷൻ എന്ന ഗുണം, നമുക്ക് ആ വണ്ടി വിത്ത് മോഡിഫിക്കേഷൻ ഇൻഷൂർ ചെയ്യാം. അപ്പൊ എന്തെങ്കിലും പറ്റിയാൽ അതും കൂടി കവേർഡ് ആവും.
അപ്പൊ നമ്മുടെ ബാധ്യത കുറയും, നമുക്ക് വണ്ടി ആസ്വദിക്കാം, അതിന്റെ ഒരു പേടിയിലാണ് ആസ്വദിക്കാം, ഒന്നും പറ്റാനില്ല വരാനില്ല എന്ന് സന്തോഷമായിട്ട് കൊണ്ടുനടക്കാം. അതല്ലാണ്ട് എന്തെങ്കിലും വെച്ച് കാണിച്ചിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തു എന്ന് വിചാരിക്കാം, പോലീസുകാർക്ക് കണ്ണടക്കും. ഇടിച്ചാൽ ഇൻഷുറൻസ് അറിയാൻ ആദ്യം പറയുന്നത് ഈ സാധനം ഉണ്ട് കേട്ടോ, ഇൻഷുറൻസ് കിട്ടില്ലെന്നാണ്. അതെന്തായാലും ആലോചിക്കാത്തത്. E20യുടെ കാര്യം പറഞ്ഞാൽ പോലും ഇതിൽ ഇൻഷുറൻസുകാർ ഈ രീതിയിൽ പറയുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അത് പക്ഷേ ഗവൺമെന്റ് ഇടപെടേണ്ടതാണ്. കാരണം E20 ഇറക്കിയത് ഗവൺമെന്റാണ്. അപ്പൊ ഇൻഷുറൻസ് നോട്ടിഫിക്കേഷൻ പോകണം, E20 ഓടിച്ചിട്ട് കിടുന്ന വണ്ടിക്ക് ഇൻഷുറൻസ് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ഇൻഷുറൻസിന്റെ കേസ് E20 വരാൻ ചാൻസ് കുറവാണ്. അത് മിക്കവാറും വാറണ്ടിയിലേ വരുള്ളൂ. കാരണം പഴയ വണ്ടികൾ അതല്ല, ഇൻഷുറൻസ് വരുന്ന അപകടങ്ങളിലാണല്ലോ, അതിന് E20 ഒരു പങ്കൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇത് വാറണ്ടിയിൽ വരും, വാറണ്ടിയിൽ ഇഷ്യൂ വരും. E20 കോമ്പറ്റബിൾ അല്ലാത്ത വണ്ടികൾ E20 അടുത്ത് പ്രശ്നം വന്നാൽ വാറണ്ടി ഇഷ്യൂ വരും. പക്ഷേ പഴയ വണ്ടികൾക്ക് വാറണ്ടി ഇല്ല. എന്താ നമുക്ക് ഈ വാഹന മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ മോഡിഫിക്കേഷനാണ് ഈ വാഹനപ്രേമികൾ പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെയാണ് ഗവൺമെന്റ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞതിന്? എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ടൊക്കെ കിട്ടുന്നു. ഇപ്പൊ നമ്മുടെ ഒരു പ്രശ്നം, നമുക്ക് ഡാറ്റ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൂടുതൽ. അപ്പൊ നമ്മള് ലോകം മുഴുവൻ നമ്മുടെ കൈത്തുമ്പിലാണ്. അപ്പൊ നമ്മൾ കാണുന്ന വണ്ടികൾ എന്ന് പറയുന്നത് മൻസൂറി അല്ലെങ്കിൽ എന്താ പറയാ വലിയ വലിയ ഹൈപ്പർ കാർസുകളൊക്കെ മോഡിഫൈ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് ഇവിടെ ചെയ്യണം എന്നാണ്. അപ്പൊ നമ്മുടെ അടുത്തൊരു മാരുതി ഓൾട്ടോ അതിന് സ്കേർട്ടൊക്കെ വെച്ച് അല്ലെങ്കിൽ എന്താ പറയാ എക്സോസ്റ്റ് ഒക്കെ കുറച്ച് സൗണ്ടൊക്കെ കൂട്ടി തീ വന്നു പറഞ്ഞിട്ട് കേസാകുന്ന നാടാണ്. തീ വരുന്നത് ഓക്കെ എന്തോട്ടെ, അത് വേറൊരു കാര്യം. അപ്പൊ അത്രയൊക്കെ ചെയ്തിട്ട് വണ്ടി കാണാൻ നല്ല ഭംഗിയാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇവിടെ അങ്ങനെ ഏജൻസികളില്ല, അതായത് അപ്രൂവ്ഡ് ആയ ഏജൻസികളില്ല. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ടിങ്കർ ചെയ്യുക. നിങ്ങൾ ട്രാവലർ നടക്കണം, ട്രാവലറിനകത്ത് ലൈറ്റൊക്കെ മാറ്റി ഫുൾ പിന്നൊക്കെ വെച്ച് ഫുൾ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? അതൊക്കെ മോഡിഫിക്കേഷൻ ആണ് ടെക്നിക്കലി. ട്രാവലർ വരുമ്പോൾ അങ്ങനെയാണോ? അല്ല, ആളുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ടൂറിസ്റ്റ് ബസ്സിൽ DJ പാർട്ടി വേറൊരു കേസ്, അത് അകത്താണല്ലോ, പുറത്താണല്ലോ ഈ മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല വലിയ കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ നമുക്കിവിടെ അലോ ചെയ്യുന്നുള്ളത്. കൂളിംഗ് ഫിലിം അലോ ചെയ്ത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് കേരളത്തിലെങ്കിലും തണുപ്പ് അടിച്ചാൽ ചൂടില്ലാണ്ട് ജീവിക്കാൻ പറ്റും. പുറത്തൊക്കെ സംഭവിക്കില്ല, ഒരു കീറുകളെ. അപ്പോൾ ഇത്രയും നേരം ഈ വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ സംസാരിച്ചത് താങ്ക് യു. നന്ദി.